തെക്ക് കിഴക്കൻ മെക്സിക്കോ. അവിടെ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു വനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. എങ്ങും ശാന്തത. ഇടയ്ക്ക് ചീവീടുകളുടെ ശബ്ദം കേൾക്കാനുണ്ട്. ചുറ്റുപാടും മരങ്ങൾ മാത്രം. എന്നാൽ മുൻപ് ഈ പ്രദേശം ഇങ്ങനെ ആയിരുന്നില്ല. മുൻപെന്ന് പറയുമ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ്. ആ കാലഘട്ടത്തിൽ ഇവിടെ പാറകൾ കൊണ്ട് അടുക്കിയുണ്ടാക്കിയ പടുകൂറ്റൻ പിരമിഡുകളുണ്ടായിരുന്നു. വളരെ ബൃഹത്തായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങളുണ്ടായിരുന്നു. വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിലൂടെ ജീവിക്കുന്ന അനേകം ജനങ്ങളുണ്ടായിരുന്നു. അനേകമെന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിന് മുകളിലുള്ള ജനങ്ങളുണ്ടായിരുന്നു. ഇവിടെ അനേകം വലിയ വലിയ പട്ടണങ്ങളുണ്ടായിരുന്നു. ഓരോ പട്ടണത്തിൻ്റെയും വലിപ്പം ഇന്നത്തെ ലണ്ടൻ്റെയും പാരീസിനേക്കാളുമൊക്കെ വളരെ വലുതായിരുന്നു. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് മായ. നമ്മളിന്ന് മായൻ സംസ്കാരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒരു കഥയുടെ രൂപത്തിൽ അവരെങ്ങനെയാണ് അവിടെ എത്തിയത്, അവിടെ എങ്ങനെയാണ് ഒരു സംസ്കാരം ഉണ്ടായത്, അവിടെ പിന്നീട് നടന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണ്, ഒരു സുപ്രഭാതത്തിൽ മായൻ സംസ്കാരം ഇല്ലാതെയായത് എങ്ങനെയാണ്, എന്തെങ്കിലും രോഗം കാരണമാണോ, വരൾച്ച കാരണമാണോ, പ്രളയം കാരണമാണോ, അതോ മറ്റെന്തെങ്കിലും രഹസ്യമായിട്ടുള്ള സംഭവ വികാസങ്ങളെ തുടർന്നാണോ, അവരുടെ വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ എങ്ങനെയാണ്, അവരുടെ സങ്കല്പം അനുസരിച്ച് എങ്ങനെയാണ് ഈ ഭൂമി ഉണ്ടായത്, എങ്ങനെയാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടായത്, എങ്ങനെയാണ് മനുഷ്യരുണ്ടായത്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി മനുഷ്യർ ഈ മേഖലയിൽ എത്തുന്നത്. 8000 BC ആണ് കാലഘട്ടം. ആ കാലഘട്ടത്തിലെ മനുഷ്യർ കൃഷി ചെയ്തല്ല ജീവിച്ചിരുന്നത്. അവർ വേട്ടയാടിയും മരിച്ചു കിടക്കുന്ന ജീവിയുടെ അവശേഷിപ്പുകൾ ഭക്ഷണമായിട്ട് കഴിച്ചുമൊക്കെ കാലം കഴിച്ചു കൂട്ടി. പക്ഷേ എന്നും അങ്ങനെ കഴിക്കാൻ സാധിക്കില്ല. വേട്ടയാടലിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തപ്പോഴായിരിക്കും ഒരു ഇരയെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 7000 BC ആയപ്പോൾ ആദ്യമായി ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ചോളം, ബീൻസ്, കുമ്പളങ്ങ തുടങ്ങിയവയൊക്കെയാണ് ഇവർ ആദ്യം കൃഷി ചെയ്യുന്നത്. എന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു കൃഷിയൊന്നുമായിരുന്നില്ല. കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന പതിവുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. വേട്ടയാടുന്നുണ്ട്, വേട്ടയാടി ഭക്ഷണം കണ്ടെത്തുന്നു. അതിനു പുറമെയാണ് അവർ കൃഷി ചെയ്യുന്നത്. പിന്നെയും ഒരുപാട് വർഷം കടന്നുപോയി. 2000 BC ആയി. 2000 BC ആയപ്പോഴാണ് മെക്സിക്കോയിലെ സമതലങ്ങൾ ഇവരെത്തിച്ചേരുന്നത്. സമതലങ്ങളിൽ ഇവർ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി. വിശാലമായി കിടക്കുന്ന ഭൂമേഖലയിൽ ഇവർ വ്യത്യസ്തമായിട്ടുള്ള കൃഷികൾ ആരംഭിച്ചു. അങ്ങനെ വളരെ സ്റ്റേബിളായിട്ടുള്ള രീതിയിൽ ഇവർക്ക് ഭക്ഷണം കിട്ടാൻ തുടങ്ങി. എന്നാൽ മൈഗ്രേഷൻ പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. 1800 BC ആയപ്പോൾ പസഫിക് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലകൾ ഇവർ എത്തിച്ചേർന്നു. 1500 BC ആയപ്പോൾ ഇവർ താമസിക്കുന്ന മേഖലയുടെ വളരെ അരികിൽ മറ്റൊരു ഗോത്ര വിഭാഗമെത്തി. അവർ പക്ഷേ മായൻസ് ആയിരുന്നില്ല. അവർ ഓൾമെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമാണ്. ഈ രണ്ട് കൂട്ടരും തമ്മിൽ കാര്യമായിട്ടുള്ള തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും സൗഹൃദപൂർവമായിട്ടുള്ള ഇടപഴകലുകളാണ് ഉണ്ടായത്. ഓൾമെക്സ് ആ കാലഘട്ടത്തിൽ മായൻസിനേക്കാൾ വളരെ ശക്തരാണ്. അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ ഉണ്ടായിരുന്നു. ആ സ്കില്ലുകൾ നോക്കി പഠിക്കാൻ മായൻസിനൊരു അവസരം കിട്ടി. ഓൾമെക്സ് അറിയപ്പെടുന്നത് തന്നെ മീസോ അമേരിക്കൻ സംസ്കാരങ്ങളുടെ മാതാവ് എന്ന പേരിലാണ്. അവരിൽ നിന്ന് മായൻസ് പതിയെ ഓരോന്നും പഠിച്ചെടുക്കാൻ തുടങ്ങി. ഇവർ വളരെ വലിപ്പമുള്ള പാറകളിൽ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കും. ആ കാലഘട്ടങ്ങൾ ഇവർ മെറ്റൽ ഉപയോഗിച്ചിട്ടേയില്ല. മെറ്റലൊക്കെ ഉപയോഗിക്കുന്നതിനും അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്നതിനും മുൻപാണ് ഈ കലാകാരന്മാർ അവരുടെ ഇടയിൽ ജീവിച്ചിരുന്നത്. ഇവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈസ്റ്റർ ഐലൻഡ്സ് ഉണ്ട്. ആ ഈസ്റ്റർ ഐലൻഡ്സിൽ മനുഷ്യനേക്കാൾ വലിപ്പമേറിയിട്ടുള്ള വലിയ തലകളുണ്ട്. തലകളെന്ന് പറയുമ്പോൾ അത് ശരിക്കും വലിയ പാറകളാണ്. ആ പാറകളിൽ തലയുടെ രൂപങ്ങൾ ഇവർ കൊത്തിയുണ്ടാക്കി. ഓൾമെക്സും മായൻസും തമ്മിൽ വ്യാപാരം നടക്കുന്നുണ്ട്. മായൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ ഓൾമെക്സിന് വിൽക്കും, ഓൾമെക്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മായൻസിന് വിൽക്കും. പക്ഷേ ഇവർ ഉണ്ടാക്കുന്ന വസ്തുക്കൾ മാത്രമല്ല വിറ്റിരുന്നത്. അതിനുപരിയായി ഇവർ സംസ്കാരങ്ങളും പരസ്പരം കൈമാറി. അവരുടെ ഓരോ സ്കിൽ സെറ്റുകൾ കൈമാറി, അവരുടെ വിശ്വാസങ്ങൾ കൈമാറി. ഇതിലേറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മായൻസാണ്. കാരണം മായൻസിന് ഓൾമെക്സിൽ നിന്നും വാങ്ങിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവരുടെ ഈശ്വര വിശ്വാസം പോലും മായൻസ് വാങ്ങി. ജാഗ്വാറും മെയ്സുമൊക്കെ അങ്ങനെയാണ്
മായൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറിയത്. ജാഗ്വാർ അവരുടെ ദൈവമായി മാറി. അതുപോലെ മെയ്സ് അതുമല്ലെങ്കിൽ ചോളവും അവരുടെ ദൈവമായി മാറി. കല്ലുകളിൽ അതിമനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും മായൻസ് പഠിച്ചത് ഓൾമാക്സിൽ നിന്നാണ്. പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. 1000 BC ആയി. 1000 BC ആയപ്പോഴേക്കും ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇവരുടെ ജനസംഖ്യയും വലിയ രീതിയിൽ തന്നെ പെരുകി. അപ്പോഴും ഒരു വലിയ സിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ശരിക്കും ഒരു രാജാവ് തന്നെ ആ കാലഘട്ടത്തിൽ അവർക്കില്ല. പക്ഷേ ഓൾമാക്സിൽ നിന്നും രാജാവെന്ന സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു. രാജാവ് ഒരു സാധാരണ വ്യക്തിയല്ല. ഭൂമിയിലുള്ള മനുഷ്യന് നേരിട്ട് കാണാൻ സാധിക്കുന്ന, സംസാരിക്കാൻ സാധിക്കുന്നത്, ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ദൈവമാണ് രാജാവെന്നാണ് ഇവർ ആ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇവർ മാത്രമല്ല, ഭൂമിയിലെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളും രാജാവിനെ ആ രീതിയിലാണ് കണ്ട് ബഹുമാനിച്ചിരുന്നത്. ജനസംഖ്യാ നിരക്ക് ഒരുപാടങ്ങ് ഉയർന്നതിനെ തുടർന്ന് ഇവർക്ക് പുതുതായി വലിയ വലിയ കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടാക്കേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പോഴേക്കും അവരതിനൊക്കെ ക്യാപ്പബിളായിരുന്നു എന്ന് പറയുന്നതാണ് കുറേ കൂടി ശരി. കുറച്ച് വർഷം കൂടി കഴിഞ്ഞ് 750 BC ആയപ്പോൾ ഇവർ പിറ്റൻ ജംഗിളിൽ അതിമനോഹരമായിട്ടുള്ള ഒരു സൗധം നിർമ്മിച്ചു. പാറകൾ കൊണ്ട് അടുക്കി ഉണ്ടാക്കിയ ഒരു പടുകൂറ്റൻ പിരമിഡായിരുന്നു അത്. നമുക്ക് അതിൻ്റെ ഒരു വശത്തുകൂടെ പടികൾ കയറി ഏറ്റവും മുകളിൽ വരെ എത്തിച്ചേരാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു നിർമ്മിതിയാണ്. ഇവരുടെ വിശ്വാസമനുസരിച്ച് ആ പാറകൾ നടന്ന് കയറി അതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തിച്ചേരും. 750 BC ഇതുപോലൊരു കെട്ടിടം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള ടൂളുകളും എക്യുപ്മെൻറ്റുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയണം, ഇവർ വീലുകൾ പോലും ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ആ പിരമിഡ് അവർക്ക് അതേപടി നിർമ്മിക്കാൻ കഴിഞ്ഞത്? അതിന്നും ഒരു മിസ്റ്ററിയായി തുടരുന്നു. പ്രധാനപ്പെട്ട കണ്ടെത്തൽ വരാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 700 BC ആയപ്പോൾ ഇവർ കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തി. എഴുത്ത് എന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ടൂളാണ് ഇവർ കണ്ടെത്തിയത്. ഇവരുടെ ആശയങ്ങൾ അതുവരെയുള്ള കാലഘട്ടത്തിൽ വാമൊഴിയായിട്ട് പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിനൊരുപാട് മെമ്മറി ആവശ്യമാണ്. പ്രാചീന കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പൂർവികരിൽ നിന്ന് ഇവർക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. അത് അടുത്ത തലമുറയെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ വാമൊഴിയായിട്ട് അതങ്ങനെ പ്രചരിച്ചു പോകുമ്പോഴാണ് ഇവർക്ക് എഴുത്തെന്നുള്ള ഒരു ശക്തി കിട്ടുന്നത്. അവർ എഴുതാനായിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് വലിയ വലിയ പാറകളാണ്, ശിലകളാണ്. ആ ശിലകൾ ഇവർ എഴുത്തുകൾ കൊത്തിയുണ്ടാക്കി. രാജാവിൻ്റെ പേരൊക്കെയാണ് ആദ്യഘട്ടത്തിൽ കൊത്തിയുണ്ടാക്കുന്നത്. ഈ കാലഘട്ടത്തിലെ യൂറോപ്യൻ സിവിലൈസേഷനുകളിലൊന്നും എഴുത്തുണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അവിടെ അപ്പോഴും വാമൊഴിയാണ് അവർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ആളുകൾ മരിച്ചാലും ശിലകളിലൂടെ ജീവിക്കാൻ തുടങ്ങി. ആ ശിലകൾ അവരെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മുൻപുണ്ടായിരുന്ന രാജാക്കന്മാർ ആരായിരുന്നെന്നും അവരുടെ ശക്തി എത്രമാത്രമായിരുന്നെന്നും അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നുമൊക്കെ അവർ വ്യക്തമായി പിന്നീടുള്ള യുഗങ്ങളിലുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കൊത്തിവെച്ചു. അവരിപ്പോൾ പാറകളെ കീഴടക്കി കഴിഞ്ഞു. ഇനി അവർക്ക് കീഴടക്കാനുള്ളത് സമയത്തെയാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രവചിക്കാൻ സാധിക്കണം. ഭാവിയിൽ പെയ്യാൻ പോകുന്ന മഴയെ പ്രവചിക്കാൻ സാധിക്കണം. എപ്പോൾ പ്രളയമുണ്ടാകും, എപ്പോൾ വരൾച്ച ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം 400 BC ഒക്കെ ആയപ്പോഴേക്കും അവർ പ്രധാനമായിട്ടും കൃഷിയെയാണ് ഭക്ഷണത്തിനു വേണ്ടി ആശ്രയിച്ചിരുന്നത്. വരൾച്ചയും പ്രളയവും ഒക്കെ കൃഷിയെ നശിപ്പിക്കും. അതിന് നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ അവരുണ്ടാക്കിയെടുക്കണം. അവരുണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്തു. അവർക്ക് വിദഗ്ധരായിട്ടുള്ള ആസ്ട്രോണമേഴ്സ് ഉണ്ടായിരുന്നു. ആ ആസ്ട്രോണമേഴ്സിന് കൃത്യമായിട്ട് സൂര്യൻ്റെ ചലനം നിരീക്ഷിക്കാനും അതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാനും സാധിക്കും. നക്ഷത്രങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് അവർക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഏതൊക്കെ മാസങ്ങളിലാണ് ഈ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ നക്ഷത്ര രാശികളെ വീണ്ടും ആകാശത്ത് കാണാൻ സാധിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ നക്ഷത്ര രാശിയുടെ സാന്നിധ്യം മാറുന്നതനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥ മാറുന്നതായി അവർ കണക്ക് കൂട്ടിയെടുത്തു. അങ്ങനെ അവർ ആദ്യമായി ഒരു പാറയിൽ ഒരു കാലണ്ടർ കൊത്തിയുണ്ടാക്കി. സൂര്യൻ്റെ ഗതി അനുസരിച്ച് സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരു കാലണ്ടർ. 300 BC അവർ അതിവിദഗ്ധമായി ഒരു പടുകൂറ്റൻ പട്ടണമുണ്ടാക്കി, എൽ മിറാഡർ. ആ എൽ മിറാഡറിൻ്റെ ഒറ്റ നടുവിൽ അവർക്ക് പാറകൾ കൊണ്ട് ഒരു വലിയ പിരമിഡ് ഉണ്ടാക്കാൻ സാധിച്ചു.
ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോള്യമുള്ള പിരമിഡുകൾ ഒന്നാണ് ഈ പിരമിഡ്. 100 BC ആയപ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തരായിട്ടുള്ള ചില കലാകാരന്മാർ മായന്മാരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നു. മുമ്പുണ്ടായിരുന്ന കലാകാരന്മാരെ പോലെ ശില്പങ്ങൾ കൊത്തി ഉണ്ടാക്കുന്ന ആളുകളായിരുന്നില്ല ഇവർ പടം വരയ്ക്കുന്ന ആളുകളാണ്. അതിവിദഗ്ധമായി വളരെ മികച്ച നിറങ്ങൾ ഉപയോഗിച്ച് അവർ അനേകം ചിത്രങ്ങൾ വരച്ചു. അവർ പ്രധാനമായും വരച്ചത് അവരുടെ പ്രിയപ്പെട്ട ദൈവങ്ങളുടെ രൂപങ്ങളായിരുന്നു. ദൈവങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരുടെ കോലങ്ങളായിരുന്നു. ആ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പല കുരുതികളും അവർ ചിത്രങ്ങളുടെ രൂപത്തിൽ അവിടെ വരച്ചിട്ടു. അത് പിന്നീട് ഹിസ്റ്റോറിയൻസിന് ഒരു വലിയ അസറ്റായിട്ട് മാറി. ഭാവിയെ കാണാൻ ഹിസ്റ്റോറിയൻസിനെ അത് സഹായിച്ചു. അവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു, മായൻ മിത്തോളജി എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ആ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയാൽ മതിയായിരുന്നു. ആ ചിത്രങ്ങൾ മാത്രമല്ല നമ്മളെ സഹായിച്ചത്. പിന്നെയും കുറേയധികം കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ബൈബിൾ എഴുതിയുണ്ടാക്കി. 16-ാം നൂറ്റാണ്ടിൽ എഴുതിയുണ്ടാക്കിയ ഈ പുസ്തകമാണ് പോപ്പുൽ വൂ. ഇതിനകത്ത് അവരുടെ ദൈവങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ദൈവങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന നീച കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നീച കഥാപാത്രങ്ങളെ എങ്ങനെയാണ് അമാനുഷികരായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ തോൽപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. അവരുടെ പല തന്ത്രങ്ങളും മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. ആ മിത്തോളജിയാണ് അവരെ പിന്നീട് മുന്നോട്ട് നയിച്ചത്. പിന്നീട് മായൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ മായൻ ചരിത്രത്തിൽ നടന്നിട്ടുള്ള പല സംഭവ വികാസങ്ങൾക്കും ഈ മിത്തോളജിയുമായി ബന്ധമുണ്ട്. മായൻ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ അന്ത്യത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അവരുടെ മിത്തോളജി കൂടി കവർ ചെയ്തിരിക്കണം. അതുകൊണ്ട് തുടർന്നുള്ള ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ്, തുടർന്ന് നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ്, പിന്നീട് നടക്കാൻ പോകുന്ന ഡിക്റ്റേറ്റർഷിപ്പുകളെക്കുറിച്ച് പറയുന്നതിന് മുൻപ്, ക്രൂരന്മാരായിട്ടുള്ള വാർ ലോഡുകളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് അവരുടെ മിത്തോളജിയെക്കുറിച്ച് പറയാം. മായൻ മിത്തോളജി അനുസരിച്ച് എങ്ങനെയാണ് മനുഷ്യരുണ്ടായത്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യരെ ഉണ്ടാക്കിയെടുത്തത്, അവിടെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്. മായൻ മിത്തോളജിയിൽ ഇവിടെ ആദ്യ കാലഘട്ടങ്ങൾ മനുഷ്യരുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് അനേകം ദൈവങ്ങൾ മാത്രം. ഇവിടെ പകലും രാത്രിയും ഉണ്ടായിരുന്നില്ല. ഇവിടെ മൃഗങ്ങളുണ്ടായിരുന്നില്ല. പിന്നീട് ദൈവങ്ങൾ ആ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ദൈവങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവർ എല്ലായ്പ്പോഴും ധ്യാനത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് 1-2 ദൈവങ്ങൾക്ക് ചില ആശയങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അവരെ കൊണ്ട് നമ്മളെ ആരാധിപ്പിക്കണം, നമ്മുടെ പേര് പറയിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടക്കുന്നത്. ആ ശ്രമങ്ങളുടെ ഫലമായി അവർക്ക് ഒരുപാട് മൃഗങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ മൃഗങ്ങളൊന്നും ഇവർ വിചാരിച്ചതുപോലെ സംസാരിച്ചില്ല. ഇവരുടെ പേരുകൾ പറയാൻ ആ മൃഗങ്ങൾക്ക് കഴിയില്ലായിരുന്നു. അവർക്ക് അമറാനും പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനും മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അത് കണ്ട് നിസ്സഹായരായിട്ടുള്ള ദൈവങ്ങൾ വീണ്ടും മനുഷ്യരെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു പോയി. ആദ്യഘട്ടത്തിൽ അവർ മനുഷ്യരെ ഉണ്ടാക്കാനായി ചെളിമണ്ണാണ് ഉപയോഗിച്ചത്. ചെളി കൊണ്ട് കുഴച്ച് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി ആ മനുഷ്യരൂപങ്ങൾക്ക് അവർ ജീവൻ കൊടുത്തു. പക്ഷേ ഈ മനുഷ്യജീവന് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇവർക്ക് ഒട്ടും തന്നെ സ്ട്രെങ്ത് ഇല്ല. കാരണം ചെളി കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ നല്ല രീതിയിലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവർ ഒലിച്ചു പോകും. മാത്രമല്ല ഈ മനുഷ്യർക്ക് ദൈവങ്ങളുടെ പേര് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം കാരണം ഈ മനുഷ്യരെ എല്ലാവരെയും ദൈവങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. പിന്നീട് അവർ കുറച്ചുകൂടെ കട്ടിയുള്ള മരങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ ഉണ്ടാക്കാൻ തുടങ്ങി. അതാകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, മണ്ണ് പോലെ മഴയത്ത് ഒലിച്ചു പോകില്ല. പക്ഷേ ഈ മരമനുഷ്യന്മാർക്കും ദൈവങ്ങളുടെ പേര് പറയാൻ സാധിക്കുന്നില്ല. ദൈവങ്ങൾക്ക് വീണ്ടും ദേഷ്യമായി. അവർ വലിയ വലിയ പ്രളയങ്ങൾ ഉണ്ടാക്കി ഈ മനുഷ്യന്മാരെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു. ഭീമാകാരന്മാരായിട്ടുള്ള ചില മോൺസ്റ്റേഴ്സിനെ ഇവരുണ്ടാക്കിയെടുത്തു. ആ മോൺസ്റ്റേഴ്സും ഇവരിൽ ഒരുപാട് പേരെ നശിപ്പിച്ച് കളഞ്ഞു. കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട കുറച്ച് ആളുകളൊക്കെ ഉൾക്കാടുകളിലേക്ക് ഓടിപ്പോയി. അവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന കുരങ്ങു വർഗത്തിൽപ്പെട്ടിട്ടുള്ള ജീവികൾ. അങ്ങനെയാണ് മായൻ സംസ്കാരം പറയുന്നത്. ദൈവങ്ങളുടെ മൂന്നാമത്തെ ശ്രമം ശരിക്കും വിജയിച്ചു. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് ചോളമാണ്. വെള്ള നിറത്തിലുള്ള ചോളവും മഞ്ഞ നിറത്തിലുള്ള ചോളവും ഇത് രണ്ടും ചേർത്ത് ഒരു പേസ്റ്റിൻ്റെ രൂപം ഇവരുണ്ടാക്കി. എന്നിട്ട് ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ആദ്യമായി മനുഷ്യരെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് മായൻസ് ചോളത്തെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങിയത്. കാരണം അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്
ചോളത്തിൽ നിന്നാണെന്നാണ് അവരുടെ വിശ്വാസം. മായൻ മിത്തോളജിയിൽ ഒരു പാതാള ലോകം കൂടിയുണ്ട്, ഭൂമിയുടെ അടിയിലുള്ള മറ്റൊരു ലോകം. ആ ലോകത്തിൽ അനേകം ദൈവങ്ങളുമുണ്ട്. ആ ദൈവങ്ങളുടെ എല്ലാം ഏറ്റവും തലവനായിട്ടുള്ളത് മരണത്തിൻ്റെ ദേവൻ അല്ലെങ്കിൽ ലോർഡ് ഓഫ് ഡെത്താണ്. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ 2 ഇരട്ടകളുണ്ടായിരുന്നു, ഹുൻഹുനാപ്പുവും വുക്കുബ് ഹുനാപ്പുവും. 2 പേർക്കും ബോൾ ഗെയിമുകളോട് വലിയ താല്പര്യമാണ്. തുട ഉപയോഗിച്ചിട്ടും കൈമുട്ടുകൾ ഉപയോഗിച്ചിട്ടുമൊക്കെ പന്ത് തട്ടി കളിക്കുന്ന ഒരു പ്രത്യേക തരത്തിലെ ഗെയിമാണിത്. ഇവർ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കിയാണ് ഗെയിം കളിക്കുന്നത്. ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ കേട്ടപ്പോൾ പാതാള ലോകത്തിലെ ദൈവങ്ങൾക്ക് വലിയ ദേഷ്യമുണ്ടായി. കാരണം അവർ സമാധാനത്തോടു കൂടി ധ്യാനത്തിലിരിക്കുകയാണ്. ആ ധ്യാനമൊക്കെ നശിപ്പിക്കുകയാണ് ഇവരുടെ ഈ കളി. ഇവരെ അങ്ങ് നശിപ്പിക്കാൻ പാതാള ലോകത്തെ ദൈവങ്ങൾ തീരുമാനിച്ചു. അതിനുവേണ്ടി ഇവർ 2 പേരെയും പാതാള ലോകത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ ഒരുപാട് ദൈവങ്ങളിരിപ്പുണ്ട്. ആ ദൈവങ്ങളുടെ മുൻപിൽ ഭയന്ന് ഈ 2 ഇരട്ടകളുമുണ്ട്. ഇവരെ നേരിട്ടങ്ങ് കൊല്ലാൻ സാധിക്കില്ല. പല പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളുടെ അനന്തരഫലമായിട്ട് വേണം ഇവരെ കൊല്ലാൻ. വിദഗ്ധമായി ഇവരെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള, ഇവരെ കൊല്ലുന്ന തരത്തിലുള്ള പല പരീക്ഷണങ്ങളും അവർ നടത്തി. അതിലൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി 2 ഇരട്ടകളുടെയും തലയറുത്ത് ദൈവങ്ങൾ കൊന്നു. അതിനുശേഷം ഹുൻഹുനാപ്പുവിൻ്റെ തല ഒരു കലാബാഷ് മരത്തിൽ കുത്തിവെച്ചു. പിന്നീട് ആ കലാബാഷ് മരത്തിൽ ഉണ്ടായി വന്ന പഴങ്ങൾക്കൊക്കെ ഹുൻഹുനാപ്പുവിൻ്റെ തലയുടെ രൂപമായിരുന്നു. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതാണ് ഹുൻഹുനാപ്പുവിൻ്റെ തലയെന്നോ അല്ലെങ്കിൽ അതിൽ ഏതാണ് യഥാർത്ഥ ഫലമെന്നോ ആർക്കും പറയാൻ സാധിക്കുന്നില്ല. കാലങ്ങൾ കുറേ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദേവത ഈ മരത്തിൻ്റെ മുൻപിൽ വരുന്നത്. ഒരുപാട് പ്രായമുള്ള ദേവതയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയാണ്. ഒരു യൗവന കാലഘട്ടം പോലും എത്തിയിട്ടില്ലാത്ത ഒരു കൊച്ചു സുന്ദരി. ലേഡി ഖ്യുയിക് എന്നാണ് അവരുടെ പേര്. അവിടെ ഉണ്ടായിരുന്ന മരത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് അതിലെ പഴങ്ങളിലൊക്കെ ഒന്ന് തലോടി നിൽക്കുന്നതിനിടയിൽ അത്ഭുതം, ആ കൂട്ടത്തിലെ ഒരു പഴം അവരോട് സംസാരിക്കുന്നു. അവർ 2 പേരും തമ്മിൽ ഒരു സൗഹൃദം തന്നെ ഉണ്ടായി. ആ സൗഹൃദത്തിനിടയിൽ ആ തല അവളുടെ കൈകളിലേക്ക് തുപ്പി. ആ തുപ്പലിലൂടെ അവൾ ഗർഭം ധരിച്ചു. ഈ വാർത്ത പാതാള ലോകം മുഴുവനും പ്രചരിച്ചു. അതിനെ തുടർന്ന് ദൈവങ്ങൾ കോപിഷ്ഠരായി ആ ദേവതയെ കൊല്ലാനായി ശ്രമിച്ചു. അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പാതാള ലോകത്ത് സുരക്ഷിതമായിട്ട് അവൾക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് പാതാള ലോകത്തു നിന്നും വെളിയിലേക്ക് വരുന്നത്. ഭൂമിയുടെ പ്രതലത്തിലുള്ള മറ്റൊരു ലോകത്തിൽ അവർ അഭയം തേടി. അവൾ അഭയം തേടി പോകുന്നത് മുമ്പ് മരിച്ചിട്ടുള്ള ഹുൻഹുനാപ്പുവിൻ്റെയും ഉക്കുബ് ഹുനാപ്പുവിൻ്റെയും അമ്മയുടെ അടുത്തേക്കായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൾ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. തൻ്റെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനായ ഹുൻഹുനാപ്പുവിന് വേറെ മക്കളുണ്ടായിരുന്നു. അവരും 2 ഇരട്ടകളാണ്. ഇവളും പ്രസവിച്ചു. ഇവൾക്കും ഉണ്ടായത് 2 ഇരട്ടകളാണ്. 2 പേരും ആൺകുട്ടികളാണ്. മുമ്പുണ്ടായിരുന്ന ഇരട്ടകളും ഇപ്പോൾ ഉണ്ടായി വന്ന ഇരട്ടകളും പരസ്പരം ശത്രുക്കളായിരുന്നു. പരസ്പരം അവർക്ക് നേർക്ക് കണ്ടുകൂടാ. ആദ്യഘട്ടങ്ങളിലൊക്കെ മുൻപ് ജനിച്ചിരുന്ന, അതായത് മൂത്തവരായിട്ടുള്ള ഇരട്ടകൾക്കായിരുന്നു മേൽക്കോയ്മ. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ലേഡി ഖ്യുയിപ്പിലൂടെ ജനിച്ച 2 ഇരട്ടകൾ കുറേ കൂടി ശക്തരാകാൻ തുടങ്ങി. ഒടുവിൽ അവരുടെ ജ്യേഷ്ഠന്മാരായ 2 ഇരട്ടകളെയും ഇവർ കൊരങ്ങന്മാരാക്കി മാറ്റി. ഇപ്പോൾ അവശേഷിക്കുന്നത് ലേഡി ഖ്യുയിപ്പ് ജന്മം നൽകിയ 2 ഇരട്ടകൾ മാത്രം. അതിൽ ഒരാളുടെ പേര് ഹുനാപ്പു, മറ്റൊരാൾ എക്സ്ബലാങ്കെ. ഇവർ 2 പേരുമുള്ള കാലഘട്ടത്തിൽ ചോളം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മനുഷ്യരുണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിക്കുന്നത് തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മനുഷ്യർ മാത്രമാണ്. ആ കാലഘട്ടത്തിൽ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. എല്ലായ്പ്പോഴും ഇരുട്ടാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ഇരുട്ടല്ല. സന്ധ്യാസമയത്ത് ഒരു വെളിച്ചം നമുക്ക് കാണാമല്ലോ. ആ സമയത്ത് നമുക്ക് ആകാശത്ത് സൂര്യനെ കാണാൻ സാധിക്കത്തില്ല, പക്ഷേ വൈകുന്നേരത്തെ പ്രകാശം കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വൈകുന്നേരത്തെ പ്രകാശം മാത്രമാണ് എല്ലാ സമയങ്ങളിലും. അവിടെ ശരിക്കും ആളുകൾ അസ്വസ്ഥരാണ്. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവിടുത്തെ ഭീമാകാരനായിട്ടുള്ള ഒരു പക്ഷിയാണ്, വുക്കുബ് കാക്വിസ്. ആ പക്ഷിയുടെ കണ്ണ് വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ പല്ലുകൾ എംറാൾഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. കൂടാതെ അത് ഒരുപാട് ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും തിളക്കമുണ്ടായിരുന്നത് ഈ പക്ഷിക്കാണ്. ആ പക്ഷി ഒരുപാട് പൊങ്ങച്ചവും പറയും. എല്ലാ ആളുകളെയും പല കാര്യങ്ങളും പറഞ്ഞ് അവർ പറ്റിക്കും. അവർ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ സൂര്യനും ചന്ദ്രനും അവരാണെന്നാണ്, ആ പക്ഷിയാണെന്നാണ്.
സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശം അവരുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവർ കാരണമാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ പ്രകാശമുണ്ടാകുന്നത്. ഇത് ശരിക്കും ദൈവങ്ങൾക്കൊട്ടും ഇഷ്ടമായില്ല. കാരണം അത് കളവായിരുന്നു. യഥാർത്ഥത്തിൽ വുക്കുബ് കാക്വിക്സ് ഈ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കാരണമാണ് സൂര്യനും ചന്ദ്രനും ഉദിക്കാത്തത്. വുക്കുബ് കാക്വിക്സ് ഇല്ലാതെയായി കഴിഞ്ഞാൽ, അഹങ്കാരമില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സൂര്യനുണ്ടാകും, ചന്ദ്രനുണ്ടാകും, പകലും രാത്രിയും ഉണ്ടാകും. വുക്കുബ് കാക്വിക്സിനെ ഇല്ലാതെയാക്കാൻ ഇരട്ട സഹോദരന്മാർ മുന്നിട്ടിറങ്ങി. അവർക്ക് പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഒരു നേട്ടത്തിനു വേണ്ടിയല്ല, അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്, തടി മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. അതിന് വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. കാരണം വുക്കുബ് കാക്വിക്സ് വളരെ ശക്തിയായിട്ടുള്ള ഒരു പക്ഷിയാണ്. അവരുടെ ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും അവരുടെ പല്ലിലെ എംറാൾഡും കണ്ണിലെ വെള്ളിയുമാണ്. അതെങ്ങനെയെങ്കിലും നീക്കം ചെയ്യണം. എന്തു വില കൊടുത്തും അവരെ പരാജയപ്പെടുത്തണം. സ്ഥിരമായി വുക്കുബ് കാക്വിക്സ് ഭക്ഷണം കഴിക്കുന്ന ഒരു മരമുണ്ട്. ആ മരത്തിൽ വന്ന് അതിലെ പഴങ്ങൾ തിന്നാണ് ഇതിൻ്റെ വിശപ്പടക്കുന്നത്. കൃത്യമായിട്ട് ഏത് സമയത്തൊക്കെയാണ് ഇത് പഴം കഴിക്കാൻ വേണ്ടി ആ മരത്തിൽ വരുന്നതെന്ന് ഇരട്ടകൾ മനസ്സിലാക്കിയെടുത്തു. അതിനുശേഷം അതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഇവർ രണ്ടുപേരും ആ മരത്തിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പക്ഷി അവിടെ പറന്നെത്തി. പതിയെ അതിൻ്റെ വിശപ്പടക്കാനായിട്ട് പഴങ്ങൾ കൊത്തി തിന്നാൻ തുടങ്ങി. തൊട്ടുതാഴെ, മരത്തിൻ്റെ തൊട്ടുതാഴെ തന്നെ ഹുനാപ്പുവും എക്സ്ബലാങ്കയും ഉണ്ട്. ഹുനാപ്പുവിൻ്റെ കയ്യിൽ ഒരു ബ്ലോഗണ്ണുണ്ട്. ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലെ തോക്കാണ് അത്. എന്തെങ്കിലും ഒരു മെഷീനൊന്നുമല്ല, ഒരു ചെറിയൊരു തടിയുടെ പീസാണ്. ആ പീസിൻ്റെ ഉള്ളിൽ ഒരു സുഷിരമുണ്ടായിരിക്കും. അതിലൊന്ന് ഊതുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ചെറിയ അമ്പ് എതിരാളികളുടെ ദേഹത്ത് തുളച്ചു കയറും. അത് നല്ല ശക്തമായിട്ടുള്ളൊരു കോലാണ്. ആ കോൽ ഉപയോഗിച്ച് പക്ഷിയുടെ തലയിൽ ഹുനാപ്പു ആഞ്ഞൊന്ന് അടിച്ചു. പക്ഷിക്ക് ശരിക്കും അടിയേറ്റു. പ്രധാനമായിട്ടും അതിൻ്റെ താടിയുടെ അല്ലെങ്കിൽ കൊക്കിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് അടി കൊള്ളുന്നത്. ആ ഭാഗത്തുണ്ടായിരുന്ന പല്ലുകളിലാണ് ക്ഷതമേൽക്കുന്നത്. നല്ല വേദനയെടുത്തു. ആ പക്ഷി ശരിക്കും ഒന്ന് അലറി. അതിനുശേഷമാണ് തൻ്റെ തൊട്ട് കീഴിൽ നിൽക്കുന്ന ഹുനാപ്പുവിനെ ആ പക്ഷി കാണുന്നത്. ഹുനാപ്പുവിൻ്റെ ഒരു കൈ ദേഷ്യം കൊണ്ട് അറുത്തെടുത്തതിന് ശേഷം ആ അറുത്തെടുത്ത കൈയുമായി കൂട്ടിലേക്ക് പറന്നുപോയി. അവിടെ ഒരു ട്രോഫി അല്ലെങ്കിൽ ഒരു മെഡൽ സൂക്ഷിക്കുന്നത് പോലെ ഈ കൈ അവിടെ കെട്ടിത്തൂക്കി. ട്രോഫിയൊക്കെ കിട്ടി വിജയിച്ചെങ്കിലും വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലൊരു അടിയാണ് ഹുനാപ്പുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. താടിക്ക് നല്ല വേദനയുണ്ട്, പല്ലിനാണ് ഏറ്റവും കൂടുതൽ വേദന. വേദന കൊണ്ട് മുരണ്ട് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് 2 വൈദ്യന്മാരെത്തി. ചെറുപ്പക്കാരായിട്ടുള്ള 2 വൈദ്യന്മാരാണ്. ശരിക്കും അവർ വൈദ്യന്മാരെ ആയിരുന്നില്ല. വൈദ്യന്മാരുടെ വേഷം കെട്ടിവന്ന ഹുനാപ്പുവും എക്സ്ബലാങ്കയുമാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ വളരെ പാവപ്പെട്ട വൈദ്യന്മാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഞാൻ മരുന്ന് തന്ന് അത് ചികിത്സിക്കാം. എന്ത് രോഗമാണെങ്കിലും എന്ത് തരത്തിലുള്ള വേദനയാണെങ്കിലും ഞങ്ങൾക്കത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. വുക്കുബ് കാക്വിക്സിന് വളരെ സന്തോഷം തോന്നി. അതതിൻ്റെ വേദനയെക്കുറിച്ച് വളരെ ഡീറ്റെയിലായി ആ ഇരട്ടകളോട് പറഞ്ഞു കൊടുത്തു. ഇരട്ടകൾ പറഞ്ഞു, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ നമുക്ക് ഈ വേദന മാറ്റാൻ കഴിയും. അതിന് ആദ്യം നിങ്ങളുടെ കണ്ണ് നീക്കം ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ പല്ലുകൾ നീക്കം ചെയ്യണം. അതൊന്ന് വൃത്തിയാക്കണം. അതിനെല്ലാം ശേഷം വീണ്ടും ഇത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് ഒരു വേദനയുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. പക്ഷേ ആദ്യഘട്ടത്തിൽ വുക്കുബ് കാക്വിക്സ് അത് സമ്മതിക്കുന്നില്ല. കാരണം അതിനറിയാം അതിൻ്റെ ശക്തി ഈ പല്ലുകളിലും കണ്ണുകളിലുമാണ്. അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ അതിന് ശക്തി ഉണ്ടാകില്ല. പക്ഷേ വേദന സഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. വേദനയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതുകൊണ്ട് ഒടുവിൽ അവർ ആ 2 ഇരട്ടകളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു. അവർ നിന്നുകൊടുത്തു. അങ്ങനെ പതിയെ അവളുടെ വേദന ഇല്ലാതെയാക്കുന്ന രീതിയിൽ ആ 2 ഇരട്ടകളും ആദ്യം അതിൻ്റെ 2 കണ്ണുകൾ എടുത്തു മാറ്റി. അതിനുശേഷം പല്ലുകൾ എടുത്തു മാറ്റി. പല്ലുകൾ ഇരുന്ന സ്ഥലത്ത് തിരിച്ച് പല്ല് വയ്ക്കുന്നു എന്ന രീതിയിൽ അവർ ഘടിപ്പിച്ച് വെക്കുന്നത് ചോളമാണ്. അതിനുശേഷം അതിൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആഭരണങ്ങളും ഊരി മാറ്റി. ഇതിനെല്ലാം ശേഷം ആ ജീവിക്ക് ശരിക്കും വേദനയിൽ ഒരു ആശ്വാസം കിട്ടിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ പിന്നീട് ഇതൊന്നും അവർ തിരികെ കൊടുത്തില്ല. തിരികെ കൊടുക്കാൻ ആ ഇരട്ടകൾ അത്ര മണ്ടന്മാരൊന്നുമായിരുന്നില്ല. വുക്കുബ് കാക്വിക്സ് ഒരു സാധാരണ പക്ഷിയായിട്ട് പിന്നീടുള്ള കാലം ജീവിക്കേണ്ടി വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അതിന് കണ്ണ് കാണില്ല. കാരണം അതിൻ്റെ കണ്ണുകൾ എടുത്തു മാറ്റിയല്ലോ. പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു രീതിയിലുള്ള പവറുമില്ല. ആർക്ക് വേണമെങ്കിലും വളരെ അനായാസമായിട്ട് ഈ പക്ഷിയെ കീഴടക്കാം. അത്രയും നാളും വലിയ രീതിയിൽ വീമ്പ് പറഞ്ഞ് ആളുകളെയൊക്കെ വിറപ്പിച്ച് നിർത്തിയിരുന്ന വുക്കുബ് കാക്വിക്സ്
പിന്നീടുള്ള കാലഘട്ടങ്ങൾ ശരിക്കും നാണം കെട്ടാണ് ജീവിച്ചത്. എല്ലാവരും ആ പക്ഷിയെ കളിയാക്കി. അങ്ങനെ കളിയാക്കൽ കേട്ട് കേട്ട് മനം തൊന്ന് ഒടുവിൽ ആ പക്ഷി മരിച്ചു. മുക്കുബ് കാക്കിക്സിന് വളരെ അഹങ്കാരികളായിട്ടുള്ള അപകടം പിടിച്ചിട്ടുള്ള 2 മക്കൾ കൂടി ഉണ്ടായിരുന്നു. ആ 2 മക്കളെ വകവരുത്തിയതിനു ശേഷം അവർ നേരെ പാതാള ലോകത്തേക്ക് പോയി. ഇത്തവണ പേഴ്സണലായിട്ടുള്ള ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് അവർ പാതാള ലോകത്തേക്ക് പോകുന്നത്. കാരണം അവരുടെ അച്ഛനെ കൊന്ന ആളുകളെ ഇവർക്ക് വകവരുത്തണം. അതിനുവേണ്ടി മുമ്പ് ഇവരുടെ അച്ഛനും അച്ഛൻ്റെ സഹോദരനും ചെയ്തതുപോലെ തന്നെ പാതാള ലോകത്ത് ബഹളമൊക്കെ വെച്ച് ഇവർ ഗെയിം കളിക്കാൻ തുടങ്ങി. ബോൾ ഗെയിം കളിച്ച് ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയപ്പോൾ പഴയതുപോലെ തന്നെ അവിടെ ധ്യാനത്തിലിരുന്ന ദൈവങ്ങൾ അസ്വസ്ഥരായി. ഇവർ 2 പേരെയും അവരുടെ അറയിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം മനഃപൂർവ്വം ബോധപൂർവം ഇവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ വെച്ചു കൊടുത്തു. പക്ഷേ മുൻപുണ്ടായിരുന്ന ഇരട്ടകളെപ്പോലെയല്ല ഇപ്പോൾ വന്ന ഇരട്ടകൾ. ഇവർ ധീരന്മാർ മാത്രമല്ല, ശക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇവർ മുന്നിട്ട് നിന്നത്. ഇവർ ബുദ്ധിശക്തിയിലും കേമന്മാർ തന്നെയായിരുന്നു. കൊടുത്ത ഓരോ പരീക്ഷണങ്ങളും ഇവർ കൃത്യമായിട്ട് നടപ്പിലാക്കി. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷം മറ്റൊരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഇത് തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇതിങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ ഒടുവിൽ ഇവർക്ക് മരിക്കേണ്ടി വരും. കാരണം ട്രിക്കുകൾ എടുക്കുന്നതിലൊരു പരിധിയുണ്ടല്ലോ. അനന്തമായിട്ട് എക്സ്പെരിമെൻറ്റുകൾ നീണ്ടു പോയി. ഒടുവിൽ ഒരു ദുർഘടം പിടിച്ച എക്സ്പെരിമെൻറ്റിൽ ഇവർ 2 പേരും അഗ്നിക്കിരയായി ചാരമായി മാറി. ദൈവങ്ങൾ ആ ചാരം പൊതിഞ്ഞെടുത്ത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ നദിയിലൂടെ ചാരം ഒഴുകി കുറേയധികം പോയതിനു ശേഷം ആ ചാരത്തിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന ഇവർ 2 പേരും പുനർജനിച്ചു. പക്ഷേ പുനർജനിച്ചത് മറ്റൊരു രൂപത്തിലായിരുന്നു. കുറച്ചുകൂടെ പ്രായമുള്ള മജീഷ്യൻസിൻ്റെ രൂപത്തിലാണ് ഇവർ 2 പേരും പുനർജനിക്കുന്നത്. ഇവർക്ക് ഒരുപാട് ജാലവിദ്യകൾ അറിയാം. ഇവർ ഈ ജാലവിദ്യകളുമായി വീണ്ടും പാതാള ലോകത്തേക്ക് വന്നു. പാതാള ലോകത്തെ ദൈവന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവർ ഒരുപാട് മാജിക് ട്രിക്കുകൾ കാണിച്ചു കൊടുത്തു. മാജിക് ട്രിക്കുകൾ കണ്ടപ്പോൾ ശരിക്കും ദൈവങ്ങൾക്ക് വലിയ ഹരമായി. അതിൽ ഒരു മാജിക് ട്രിക്ക് ഇങ്ങനെയായിരുന്നു. ഹുൻഹുനാപ്പു അദ്ദേഹത്തിൻ്റെ സഹോദരനായ എക്സ്ബലാങ്കിയുടെ കഴുത്തറുത്തു മാറ്റി. എല്ലാവരും ഒന്ന് ഭയന്നു. എന്താണ് ഇയാൾ ഈ കാണിക്കുന്നത്? ശരിക്കും അയാളുടെ സഹോദരനെ അല്ലെങ്കിൽ ഒപ്പമുള്ള സഹ മജീഷ്യനെ കൊല്ലുകയാണോ? പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് അതേ അറുത്തു മാറ്റിയ തല വീണ്ടും ആ കഴുത്തിൽ തന്നെ വെച്ചു പിടിപ്പിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. പൂർണ്ണ ആരോഗ്യവാനായി യഥാർത്ഥ മനുഷ്യനെ പോലെ തന്നെ ആ വ്യക്തി പെരുമാറാൻ തുടങ്ങി. ദൈവങ്ങൾക്ക് വലിയ ആവേശമായി. എല്ലാ ദൈവങ്ങളും വാശി പിടിച്ചു. ഞങ്ങളെയും ഇതുപോലെ തന്നെ കൊന്നിട്ട് ഞങ്ങളുടെ കഴുത്തറുത്ത് മാറ്റിയിട്ട് വീണ്ടും വെച്ചു പിടിപ്പിക്കണം. എക്സ്ബലാങ്കയും ഹുനാപ്പുവും അവിടെ ഉണ്ടായിരുന്ന സകല ദൈവങ്ങളുടെയും കഴുത്തറുത്ത് മാറ്റി. പക്ഷേ ആ കഴുത്തവർ തിരിച്ചു വെച്ചു പിടിപ്പിച്ചില്ല. അവരെ കൊന്നുകളഞ്ഞു. അങ്ങനെ അതിമനോഹരമായി അവരവരുടെ പ്രതികാര നടപടി നടപ്പിലാക്കി. 2 ഇരട്ടകളും ഭൂമിയുടെ പുറംഭാഗവും പാതാള ലോകവും കീഴടക്കി. ഇതിനുശേഷം 2 പേരും ഇല്ലാതെയാകുന്നില്ല. ഒരാൾ സൂര്യനായി മാറി, മറ്റൊരാൾ നക്ഷത്രമായി മാറി. 2 പേരും ഭൂമിയുടെ അവിഭാജ്യ ഘടകങ്ങളായി മാറി. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. എൽമറാഡർ പട്ടണത്തെക്കുറിച്ചാണ് ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയത്. എൽമറാഡർ പട്ടണം പിന്നീട് കുറേയധികം നാളത്തേക്കൊന്നും നിലനിന്നില്ല. 150 AD ആയപ്പോൾ ആ പട്ടണത്തിലുണ്ടായിരുന്ന സകല ആളുകളും പല ദിശകളിലേക്ക് ഒഴിഞ്ഞുപോയി. അങ്ങനെ പട്ടണം അനാഥമായി. എന്താണ് അതിൻ്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. വരൾച്ചയാകാം, പ്രളയമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറാ രോഗങ്ങളായിരിക്കാം. എന്തായാലും അവിടെ ആളുകൾ നിന്നില്ല. ആ പട്ടണം ആളൊഴിഞ്ഞ ഒരു പ്രേതാലയമായി മാറി. അതിനുശേഷമായിരുന്നു മായൻ സംസ്കാരത്തിൻ്റെ സുവർണ കാലഘട്ടം. 292 AD ആയപ്പോൾ അവർക്ക് ഒരു പുതിയ പട്ടണമുണ്ടായി. അത് മായൻ സംസ്കാരത്തിൻ്റെ തന്നെ തലസ്ഥാന നഗരിയായി മാറി. അതാണ് ടികാൽ. ടികാൽ പട്ടണത്തിൽ നിന്നും പിന്നീട് പരിവേഷകർക്ക് ഒരു വലിയ ശില കിട്ടി. ആ ശിലയിൽ ഇങ്ങനെ കൊത്തി എഴുതിയിട്ടുണ്ടായിരുന്നു, ടികാൽ ഈ ലോകത്തിൻ്റെ തന്നെ തലസ്ഥാന നഗരമാണ്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ടികാലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, മായൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്ന് പറയുന്നത് മെക്സിക്കോയിലെ ആ ഒരു ചെറിയ ഭൂഭാഗം മാത്രമാണല്ലോ. ടികാൽ ശക്തമായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടേയിരുന്നു. അവിടെ ഒരുപാട് പടുകൂറ്റൻ കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങി. പക്ഷേ ടികാലിനെ കാത്ത് ഒരു അപകടം പതിയെ വരുന്നുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ വളരെ നിസാരക്കാരനെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അവരുടെ കവാടത്തിൻ്റെ തൊട്ട് മുൻപിൽ ആ ശത്രു എത്തി നിന്നു. 378 AD ജനുവരി മാസം 18-ാം തീയതി
തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ്. ടിഗാൽ ഒരു വലിയ പട്ടണമായിരുന്നു. ആ പട്ടണത്തിൻ്റെ കവാടത്തിന് മുൻപിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള ചില മനുഷ്യരെ അവർ കണ്ടു. അവർ മായൻസ് അല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ വന്നിരിക്കുന്നത് ഇന്നത്തെ മെക്സിക്കോയിൽ നിന്ന് തന്നെയാണ്. മെക്സിക്കോയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നാണ്. അവർ ടിയോട്ടി ഹുവാക്കൻ ട്രൈബൽ. അവർക്കൊരു തലവനുണ്ട്, സിയാജ് കെ ആഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശക്തനായ, ഒരു രീതിയിലുള്ള മനസാക്ഷിയുമില്ലാത്ത ഒരു റൂളർ. ഒരു വ്യാപാര ബന്ധത്തിനു വേണ്ടിയൊന്നുമല്ല അവർ വന്നത്. അവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന അതേ ദിവസം തന്നെ നിഗൂഢമായിട്ടുള്ള എന്തോ ഒരു കാരണം കൊണ്ട് ടിക്കാലിലെ രാജാവ് മരിച്ചു. രാജാവ് മരിക്കുമ്പോൾ ഉറപ്പായിട്ടും അടുത്തൊരു രാജാവ് അധികാരത്തിലേറണം. ആ രാജാവ് ആരായിരിക്കണമെന്ന് അപ്പോൾ തീരുമാനിച്ചത് ആ പ്രദേശത്തിലുള്ള ആളായിരുന്നില്ല. ഇപ്പോൾ മാത്രം ടിക്കാലിൽ എത്തിച്ചേർന്ന ഒരു കൂട്ടം ആളുകളുടെ നേതാവായിരുന്നു സിയാജ് കെ ആഖ് ആയിരുന്നു. അയാളൊരു പപ്പറ്റിനെ രാജാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പപ്പറ്റ് എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് പോലെ തന്നെ അനുസരിക്കുന്ന ഇയാളുടെ ഒരു കളിപ്പാവ. പക്ഷേ ആ കളിപ്പാവയുടെ കൈകളിൽ ടിക്കാൽ സുരക്ഷിതമായിരുന്നു. ടിക്കാൽ കുറേ കൂടി ശക്തമായിട്ട് വളർന്നത് പിന്നീട് വന്ന രാജാക്കന്മാരിലൂടെയാണ്. 426 AD ആയപ്പോൾ മറ്റൊരു പോരാളി ശക്തമായിട്ടുള്ള ഒരു സേനയുമായി ടിക്കാലിലേക്ക് വന്നു. അയാളുടെ പേര് കുറച്ച് വലിപ്പമുള്ളതാണ്, കിനിഞ്ച് യാക്സ് കെ ഉഖ് മോ. അയാൾ ടിക്കാൽ കീഴടക്കി. പുതിയൊരു ഡൈനാസ്റ്റി തന്നെ ആരംഭിച്ചു. അതാണ് കാപ്പൻ ഡൈനാസ്റ്റി. അയാളുടെ കീഴിലും ടിക്കാൽ ശക്തമായി വളർന്നുകൊണ്ടിരുന്നു. ടിക്കാലിൻ്റെ വളർച്ച അസൂയോടുകൂടി നോക്കി നിൽക്കുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. ടിക്കാലിൽ നിന്നും ഉത്തരഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ഒരു വലിയ സമൂഹം. ആ സമൂഹവും ശക്തമായിട്ട് ഒരു എതിരാളിയെപ്പോലെ വളർന്നു വരുന്നുണ്ടായിരുന്നു. ആ ഗോത്ര വിഭാഗത്തിൻ്റെ പേരാണ് കലാക്മൂൾ. കലാക്മൂൾ എന്ന് പറഞ്ഞാൽ പാമ്പെന്നാണ്. പാമ്പിൻ്റെ കിങ്ഡം അല്ലെങ്കിൽ സ്നേക്ക് കിങ്ഡം. അവർക്കൊരു ലോഗോയൊക്കെ ഉണ്ട്. അവരുടെ ലോഗോയിൽ ഒരു സർപ്പത്തിൻ്റെ മുഖമാണുള്ളത്, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സർപ്പം. ഒരു സർപ്പത്തെ പോലെ തന്നെ ഇവർ തിക്കാലിനെ വരിഞ്ഞു മുറക്കാൻ തീരുമാനിച്ചു. തിക്കാലിനും കലാക്മൂളിനും അല്ലെങ്കിൽ സ്നേക്ക് ഡൈനാസ്റ്റിക്കും ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ പട്ടണങ്ങളുണ്ട്. ആ പട്ടണങ്ങളെ ഒന്നും സ്നേക്ക് ഡൈനാസ്റ്റി വിഴുങ്ങുന്നില്ല. അവരെയെല്ലാം സുഹൃത്തുക്കളാക്കി മാറ്റി. അങ്ങനെ തിക്കാലിന് ചുറ്റും അവർ ഒരു വലിയ ട്രാപ്പ് ഉണ്ടാക്കി. തിക്കാലിന് ചുറ്റുമുള്ള മറ്റ് പല ചെറു രാജ്യങ്ങളും അല്ലെങ്കിൽ ചെറു ഗോത്ര വിഭാഗങ്ങളുമൊക്കെ ഇപ്പോൾ കലാക്മൂളിൻ്റെ അല്ലെങ്കിൽ സ്നേക്ക് ഡൈനാസ്റ്റിയുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അലയൻസ് ആയിട്ട് മാറി. ശരിക്കും ടിക്കാലിന് ശ്വാസം മുട്ടി. കൃത്യമായിട്ടുള്ള ഒരു സമയത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ സ്നേക്ക് ഡൈനാസ്റ്റി കാത്തിരിക്കുന്നത്. ആ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അടിച്ച് നശിപ്പിച്ച് കളയാം ടിക്കാലിനെ എന്നേക്കുമായിട്ട്. 562 AD വരെ അവർ കാത്തിരുന്നു. ഉചിതമായിട്ടുള്ളൊരു സമയമാണെന്ന് 100% ഉറപ്പായി കഴിഞ്ഞപ്പോൾ ടിക്കാലിനെ അവർ ആക്രമിച്ചു. ടിക്കാലിന് ശരിക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവർ അമ്പെ പരാജയപ്പെട്ടു. പിന്നീടുള്ള 100 വർഷക്കാലം ടിക്കാൽ അനാഥമായിരുന്നു. ടിക്കാലിനെ കീഴടക്കിയിട്ട് കലാക്മൂൾ അങ്ങ് പോയി. പക്ഷേ അവരുടെ വിളവെടുപ്പുള്ള പല സംഭവങ്ങളും ഇവർ കവർന്നെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ധീരന്മാരായിട്ടുള്ള പല പോരാളികളെയും ഇവർ നശിപ്പിച്ചു കളഞ്ഞു. പല സ്ത്രീകളെയും ഇവർ മാനഭംഗത്തിന് ഇരയാക്കി. പിന്നീടുള്ള 100 വർഷക്കാലം അത് ടിക്കാലിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ 100 വർഷങ്ങളായിരുന്നു. അവർ സൈലൻ്റായിട്ടിരുന്നു. പിന്നീട് വന്ന അവരുടെ 2 തലമുറ, ആ 2 തലമുറ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവർ പതിയെ ശാന്തരായിരുന്നു. ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് മടങ്ങി വരികയായിരുന്നു അവരുടെ ലക്ഷ്യം. സ്റ്റെബിലിറ്റിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ പ്രതികാര നടപടികൾ ആരംഭിക്കാം. ഇപ്പോൾ മായൻ സംസ്കാരം 2 ചേരികളായിട്ട് മുറിഞ്ഞു മാറിയിട്ടുണ്ട്. ഒരു ഭാഗത്തുള്ളത് ശക്തരായിട്ടുള്ള സ്നേക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ കലാക്മൂൾ, മറുഭാഗത്തുള്ളത് ടിക്കാലാണ്. ടിക്കാൽ പണ്ട് ശക്തരായിരുന്നു, എന്നാൽ ഇപ്പോൾ അത്രയും ശക്തിയില്ല. അവർ പതിയെ പതിയെ വളരാൻ തുടങ്ങി. സാമ്പത്തികമായിട്ടുള്ളൊരു ശക്തിയായിട്ട് മാറാൻ തുടങ്ങി. പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. പരിശീലനങ്ങൾ അവരുടെ പല സൈനികർക്കും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. 600 AD ആയപ്പോൾ കലാക്മൂളിനോട് ഒന്ന് പൊരുതി നിൽക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയായിട്ട് ടിക്കാൽ മാറി. പിന്നീടുള്ള കുറച്ച് കാലഘട്ടം അത് ശരിക്കും ഒരു കോൾഡ് വാറായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള നമ്മുടെ ഭൂമിയുടെ അവസ്ഥയാണ്. ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ, മറുഭാഗത്ത് അമേരിക്ക.
രണ്ട് കൂട്ടരും സഖ്യകക്ഷികളെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവർക്ക് പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തു, കൂടുതൽ ആയുധങ്ങൾ കൊടുത്തു, ഭക്ഷണം കൊടുത്തു, പണം കൊടുത്തു. അങ്ങനെ പല ഗോത്ര വിഭാഗങ്ങളെയും ഇരു കൂട്ടരുടെയും ചേരിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ഒരു വലിയ യുദ്ധത്തിന് കൊമ്പുകോർക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മൂന്നാമതൊരു ലോക മഹായുദ്ധം ഇവിടെ നടന്നില്ല. പക്ഷേ മായൻ ചരിത്രത്തിൽ അങ്ങനെ ആയിരുന്നില്ല. കോൾഡ് വാറിന് ശേഷം പിന്നെ ഒരു വലിയ യുദ്ധം നടന്നു. ആ യുദ്ധത്തിലേക്ക് നമുക്ക് വരാം. എന്നാൽ അതിനു മുമ്പ് അതിനിടയിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് കൂടി പറയണം. ഒരു ശക്തനായിട്ടുള്ള രാജാവിൻ്റെ താരോദയത്തെക്കുറിച്ച് പറയണം. എന്നാൽ അത് കലാക്മുളിൻ്റെയോ അല്ലെങ്കിൽ തിക്കാലിൻ്റെയോ ഭാഗമായിട്ടുള്ള രാജാവല്ല, മയൻ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ്. പലാൻക്യു എന്ന് പറയുന്ന ഒരു സിറ്റിയുടെ ഭാഗമാണ്. അതിൻ്റെ രാജാവായി വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു, അല്ലെങ്കിൽ ഒരു കൊച്ചു പയ്യൻ വന്നു. ആ പയ്യന് പിന്നീട് 68 വർഷക്കാലമാണ് ആ പ്രദേശം അടക്കി ഭരിക്കാൻ സാധിച്ചത്. ഒരു വാർലോഡൊന്നും ആയിരുന്നില്ല, യുദ്ധത്തിൽ വലിയ കേമനായിരുന്നില്ല, എന്നാൽ ഒരു ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം പലാൻക്യുവിനെ അതിമനോഹരമായിട്ടുള്ള ഒരു പട്ടണമാക്കി മാറ്റി. അവിടെ പല ആർക്കിടെക്ചർ വിസ്മയങ്ങളും ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആർക്കിടെക്ചർ വിസ്മയങ്ങൾ ഒന്നാണ് പലാൻക്യു ടെമ്പിൾ ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്. അത് വളരെ വലിപ്പമേറിയിട്ടുള്ള ഒരു വലിയ പിരമിഡായിരുന്നു, അതിമനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടം നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ടൂംബാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയാക്കി മാറ്റാൻ വേണ്ടിയാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ആർക്കിയോളജിസ്റ്റുകൾ അവിടെ പര്യവേഷണങ്ങൾ നടത്തുമ്പോൾ ആ ടൂമ്പിൻ്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൊഫിൻ, അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം കിട്ടി. ആ ശവപ്പെട്ടിയുടെ ഉൾഭാഗം തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പലാൻക്യുവിൻ്റെ രാജാവായിരുന്ന പകൽ ദ ഗ്രേറ്റ് ഉണ്ടായിരുന്നു. ആ ശവപ്പെട്ടിയുടെ അടപ്പിൽ അദ്ദേഹത്തിൻ്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. പാതാള ലോകത്തേക്ക് വീണു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു ആ ചിത്രം. നമുക്ക് കോൾഡ് വാറിലേക്ക് മടങ്ങിപ്പോകാം. ശീതയുദ്ധമാണ്. ഏതാണ്ട് ഒരു 100 വർഷത്തോളം ആ ശീതയുദ്ധം നീണ്ടുപോയി. 100 വർഷവും നേരിട്ടുള്ള യുദ്ധങ്ങളൊന്നും നടന്നില്ല, പക്ഷേ അതിന് സമാനമായിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ നടന്നു. ഒടുവിൽ 695 AD ആയപ്പോൾ യഥാർത്ഥത്തിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോഴേക്കും പ്രതികാരത്തിന് കാരണമായിട്ടുള്ള സംഭവം നടന്നിട്ട് 150 വർഷത്തിന് മുകളിലായിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പകയാണ് തിക്കാലിനുള്ളത്. അവരുടെ അമ്മമാരെ അല്ലെങ്കിൽ മുത്തശ്ശിമാരെ പീഡിപ്പിച്ചതിനുള്ള പ്രതികാരം, അവരുടെ മുത്തശ്ശന്മാരെ കൊന്നു തള്ളിയതിനുള്ള പ്രതികാരം, അവരുടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ചില നടപടികൾക്കെതിരെയുള്ള പ്രതികാരം. അവരത് വൃത്തിയായിട്ട് തന്നെ ചെയ്തു. സ്നേക് ഡൈനാസ്റ്റി പിന്നീട് നിലനിന്നില്ല, അത് അപ്പാടെ നശിച്ചുപോയി. അത് നശിച്ചു പോയെന്ന് മാത്രമല്ല, അവരുടെ രാജാവിനെ അങ്ങേയറ്റം നാണക്കേടിലൂടെ കടത്തിവിടാനും ഇവർക്ക് സാധിച്ചു. തെരുവിലൂടെ നഗ്നനാക്കി അദ്ദേഹത്തെ ഓടിച്ച് പരേഡ് നടത്തി, ക്രൂരമായി മർദ്ദിച്ചു. അതിശക്തമായിട്ടുള്ള മർദ്ദനത്തെ തുടർന്നാണ് അദ്ദേഹം മരിക്കുന്നത്. പിന്നീട് 738 AD വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം കൂടി മായൻ സംസ്കാരത്തിൽ നടന്നു. ആ കാലഘട്ടത്തിൽ കാപ്പൻ എന്ന ശക്തമായിട്ടുള്ള ഒരു സിറ്റിയെ ഭരിച്ചിരുന്നത് 18 റാബിറ്റ് എന്ന വിചിത്ര പേരിൽ അറിയപ്പെടുന്ന ഒരു രാജാവായിരുന്നു. വളരെ ശക്തനായിട്ടുള്ള ഒരു രാജാവാണ് അദ്ദേഹം. വളരെ മികച്ച മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കാപ്പനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ദുർബലമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ക്വിറിക്വ. ക്വിറിക്വയെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ അനായാസമായിട്ടുള്ളൊരു കാര്യമായിട്ട് ആ മേഖലയിൽ ഉണ്ടായിരുന്ന സകല സിറ്റികളും കരുതി പോന്നിരുന്നു. ഈ കാലഘട്ടത്തിലെ അമേരിക്ക ക്യാപ്പനാണെങ്കിൽ വെനിസ്വേലയാണ് ക്വിറിക്വ. വെനിസ്വേല അമേരിക്കയെ കീഴടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ലല്ലോ. എന്നാൽ ക്വിറിക്വയ്ക്ക് ക്യാപ്പനെ കീഴടക്കാൻ സാധിച്ചു. ക്വിറിക്വ അല്ല ശരിക്കും ആദ്യം ആക്രമിക്കുന്നത് ക്യാപ്പനാണ്. നിസ്സാരമായിട്ടുള്ള സമയം കൊണ്ട് തന്നെ ക്വിറിക്വയെ കീഴടക്കാൻ സാധിക്കുമെന്ന് 18 റാബിറ്റ് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. വളരെ ഈസി ആയിട്ട് ക്വിറിക്വയ്ക്ക് ക്യാപ്പനെ കീഴടക്കാൻ സാധിച്ചു. ക്യാപ്പനെ കീഴടക്കിയെന്ന് മാത്രമല്ല, അവരുടെ രാജാവായ 18 റാബിറ്റിനെ തെരുവിലൂടെ ഇവരും പരേഡ് നടത്തി ക്രൂരമായിട്ട് അദ്ദേഹത്തിൻ്റെ തല ഒരു പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് അറുത്തു മാറ്റി. ആ തല എല്ലാവരും കാണുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചു. മായൻ സംസ്കാരത്തിൽ അതൊരു വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. കാരണം അതുവരെ ക്വിറിക്വയെ ആരും ഗവനിച്ചിരുന്നില്ല. വളരെ ദുർബലരായിട്ടുള്ള ഒരു ചെറിയ പട്ടണമായിട്ട് മാത്രമാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ കഥ ഇനി അങ്ങനെയല്ലല്ലോ. കാരണം ഏറ്റവും ശക്തമായിട്ടുള്ള കാപ്പനെ പോലും അവർ തറ പറ്റിച്ചിരുന്നു. എല്ലാവരും ശരിക്കും ജാഗരൂകരായിട്ട് തന്നെ ഇരുന്നു. പക്ഷേ അത് വെറുതെ ആയിരുന്നു. കാര്യമായിട്ട് പിന്നീടൊരു സൈനിക നടപടിയൊന്നും നടത്താൻ ക്വിറിക്വ മുതിർന്നില്ല.
എല്ലാവരും അല്പം ഭയത്തോടു കൂടി അവരിൽ നിന്നും അകന്നു നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഒരുപക്ഷേ ആ ഭയം കുറിക്വയെ സംരക്ഷിക്കുകയായിരുന്നു. കുറേയധികം കാലം കുറിക്വ പട്ടണം അങ്ങനെ തന്നെ നിലനിന്നു. 800 AD ആയപ്പോൾ ടിക്കാൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സിറ്റിയായിട്ട് മാറി, സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും. അതേസമയം ഏറ്റവും മനോഹരമായിട്ടുള്ള സിറ്റി അത് പാലൻക്യുവാണ്. ഈ കാലഘട്ടമായപ്പോഴേക്കും ജനസംഖ്യ ഒരുപാടങ്ങ് പെരുകി. ഓരോ പട്ടണത്തിലും ലക്ഷക്കണക്കിന് ആളുകളാണ് തിങ്ങിപ്പാർക്കുന്നത്. ഇതിന് ശേഷമുള്ള ഒരു 100 വർഷക്കാലം, 800 ADക്കും 900 ADക്കും ഇടയിലുള്ള 100 വർഷം, ആ 100 വർഷമാണ് ഗ്രേറ്റ് കൊളാപ്സ് ഓഫ് മായൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. മായൻസ് പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയില്ല, പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ആളൊഴിഞ്ഞ പ്രേതാലയമായി ഈ കാലഘട്ടത്തിൽ മാറി. ആളുകളൊക്കെ അവരുടെ പണിയായുധങ്ങൾ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് എങ്ങോട്ടൊക്കെയോ പോയി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് നമുക്കറിയില്ല. അത് വരൾച്ചയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറാ രോഗങ്ങളാകാം. ആ കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തെ പോലെയാണ് ഇവർ രാജാവിനെ കണ്ടിരുന്നത്. അപ്പോൾ ഒരു പ്രളയമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യുന്നില്ല, വരൾച്ചയാണെങ്കിൽ ഇവർ ദൈവത്തോട് ചോദിക്കും, അല്ലെങ്കിൽ ഇവരുടെ രാജാവിനോട് ചോദിക്കും. അപ്പോൾ രാജാവ് എന്തെങ്കിലുമൊക്കെ ബലിയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാക്രിഫൈസിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. അവരിത് അനുഷ്ഠിക്കും. അതനുഷ്ഠിച്ചിട്ടും മഴ പെയ്യത്തില്ല. അപ്പോൾ പിന്നെയും രാജാവിനെ പോയി കാണും. അപ്പോൾ രാജാവ് പിന്നെയും പല കാര്യങ്ങൾ പറയും. അതൊക്കെ ഇവർ വീണ്ടും വീണ്ടും ചെയ്യും. അങ്ങനെ രാജാവ് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇവർക്ക് മഴ കിട്ടുന്നില്ല. അങ്ങനൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇവർക്ക് രാജാവിനോടുള്ള മതിപ്പില്ലാതെയാകും, രാജാവിനെ വിശ്വസിക്കാതെയാകും, രാജാവ് ദൈവമല്ലെന്ന് പോലും ഇവർക്ക് തോന്നിപ്പോകും. രാജാവ് ദൈവമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ രാജാവിനെ അനുസരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവസങ്കല്പമാണ് ആ കാലഘട്ടത്തിലൊക്കെ ഈ ഡൈനാസ്റ്റിയെ പിടിച്ചു നിർത്തുന്നത്. ദൈവമല്ലെന്നുള്ളൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ രാജാവിനെ തള്ളിപ്പറയും. അപ്പോൾ അത് കാരണമായിരിക്കാം കൂടുതൽ ആളുകളും അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയത്. കുറേയധികം ആളുകൾ പോയപ്പോൾ കുറച്ച് പേർ മാത്രം അവശേഷിച്ചു. അവർക്ക് മാത്രം അവിടെ നിൽക്കാൻ ഗതിയില്ലാതായപ്പോൾ അവരും, അതായത് രാജാവും രാജാവിൻ്റെ കുടുംബവും ഒടുവിൽ അവിടെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോയി. ടിറ്റ്കാലിൽ നിന്നും കുറേയധികം ഉത്തരമേഖലയിലേക്ക് മാറിയുള്ള ഒരു പെനിൻസുലയാണ് യുക്കാറ്റൻ പെനിൻസുല. ധാരാളമായി ജലം കിട്ടുന്ന ഈ മേഖലയിലേക്കാണ് കൂടുതൽ മായൻസും പോയത്. അവിടെ തന്നെയുള്ള ചിച്ചൻ ഇറ്റ്സ എന്ന് പറയുന്ന പ്രദേശത്ത് അവർ മറ്റൊരു സിവിലൈസേഷൻ ഉണ്ടാക്കിയെടുത്തു. ആ പ്രദേശത്തോട് ചേർന്ന് തന്നെ മറ്റൊരു ഗോത്ര വിഭാഗം കൂടി ഉണ്ടായിരുന്നു. ടോൾടെക്സ് എന്നാണ് ആ ഗോത്ര വിഭാഗത്തിൻ്റെ പേര്. അവർ കുറേ കൂടി അഗ്രസീവായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗമാണ്. കാരണം അവർ ആരാധിച്ചിരുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ദേവനെയാണ്, കുക്കുൽഖാൻ. വളരെ തീവ്രമായിട്ടുള്ള പല അന്ധവിശ്വാസങ്ങളും ഇവർ നടപ്പിലാക്കി. അതിലൂടെയൊക്കെ ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇതൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായി അവിടെ എത്തിച്ചേർന്ന മായൻസ്. അവർക്ക് കുക്കുൽഖാനോട് വലിയ ആദരവ് തോന്നി. കുക്കുൽഖാൻ കാരണമാണ് ഇപ്പോൾ ടോൾടെക്സിന് സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. കുക്കുൽഖാൻ ഞങ്ങളുടെ കൂടി ദൈവമാണെങ്കിൽ അവരെ പോലെ ഞങ്ങൾക്കും സുഖമായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഇവർ കുക്കുൽഖാനെ ആരാധിക്കാൻ തുടങ്ങി. കുക്കുൽഖാൻ്റെ വളരെ തീവ്രമായിട്ടുള്ള പല അന്ധവിശ്വാസങ്ങളും ഇവർ അനുഷ്ഠിക്കാൻ തുടങ്ങി. ഈ മേഖലയോട് ചേർന്ന് വളരെയധികം ആഴത്തിലുള്ള പ്രകൃതിദത്ത ഉണ്ടായി വന്ന ഒരു വലിയ ഗർത്തമുണ്ട്. സേക്രഡ് സെനോട്ടെ എന്നാണ് ആ ഗർത്തത്തിൻ്റെ പേര്. ഈ കുക്കുൽഖാനോടുള്ള ആരാധന മൂത്ത് അവരുടെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ആ ഗർത്തത്തിലേക്ക് വലിച്ചെറിയും. എന്തെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ താഴെ പോയി എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. എന്നേക്കുമായി ആ വസ്തുക്കൾ നമുക്ക് നഷ്ടമാകും. പക്ഷേ അങ്ങനെ നഷ്ടം സഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമ്മളോട് കനിയും. അല്ലെങ്കിൽ കുക്കുൽഖാൻ നമുക്ക് കൂടുതൽ മഴ തരും. അല്ലെങ്കിൽ നിലവിലുള്ള പ്രളയം ഇല്ലാതെയാക്കും. കൃഷിയിലുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ ഇല്ലാതെയാക്കും. കൂടുതൽ വിളവെടുപ്പെടുക്കാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അവർ വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കൾ അവിടേക്ക് വലിച്ചെറിഞ്ഞു. എങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ മായൻ സംസ്കാരത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രദേശമായി ചിച്ചൻ ഇറ്റ്സ മാറി. ടിറ്റ്കാലിന് സംഭവിച്ച അതേ ദുർഗതി തന്നെ ചിച്ചൻ ഇറ്റ്സയ്ക്ക് സംഭവിച്ചു. പല കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ വലിയ ഗർത്തത്തിലേക്ക് വിലപിടിപ്പുള്ള പല വസ്തുക്കളും വലിച്ചെറിയുന്നത്. പക്ഷേ കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടാതെയായി. അവിടെ മഴയില്ലാതെയായി. ജലത്തിൻ്റെ ഒരു ദൗർലഭ്യം ആ കാലഘട്ടത്തിലുണ്ടായി. അതിനെ തുടർന്ന് ആ പട്ടണം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് അവിടെയുള്ള ആളുകൾ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ചേക്കേറി. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് മയബൻ. മയബനാണ് മായൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ക്യാപിറ്റൽ സിറ്റി. ഈ സിറ്റിക്ക് ചുറ്റുമായിട്ട് ഒരു വലിയ മതിൽ പണിതുണ്ടാക്കി.
കാരണം അടുത്തുള്ള ആരെയും വിശ്വാസമില്ല. മായപ്പന് ഒരു രാജാവുണ്ട്. ആ രാജാവ് തൊട്ടടുത്തുള്ള പല ചെറു സിറ്റികളുമായിട്ട് ഒരു കരാറുണ്ടാക്കി. ആ കരാർ അനുസരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്രമിക്കാൻ പാടില്ല. എന്നിട്ടും അവരോട് വിശ്വാസമില്ലാതെയാണ് മായപ്പൻ്റെ രാജാവ് അതിനു ചുറ്റും ഒരു മതിൽ പണിതത്. അവിടെ ആ മതിൽ കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്. മതിൽ ഒരു സുരക്ഷാ കവചമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള പല ചെറു പട്ടണങ്ങളിലുള്ള നേതാക്കന്മാരെ ഈ മായപ്പൻ്റെ രാജാവ് അവരുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. നിങ്ങളിനി സുരക്ഷിതത്വം ഇല്ലാത്ത ആ സ്ഥലങ്ങളിൽ താമസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജനങ്ങളൊക്കെ അവിടെ താമസിച്ചോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഈ കവാടത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് കഴിയാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടെറിട്ടറിയിലേക്ക് മടങ്ങിപ്പോകാം. പക്ഷേ അതൊരു വലിയ ട്രാപ്പായിരുന്നു. ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് ആ പ്രദേശങ്ങളിലുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ രാജാക്കന്മാരൊക്കെ ഈ കവാടമുള്ള മായപ്പൻ സിറ്റിയുടെ ഉള്ളിലേക്ക് പോയി. അവർക്ക് താമസിക്കാൻ മനോഹരമായിട്ടുള്ള സൗധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ മതിലും കടന്ന് ഉള്ളിലേക്ക് വന്നിട്ടുള്ള നേതാക്കന്മാർക്കൊരിക്കലും പിന്നീട് അവരുടെ ടെറിട്ടറിയിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞില്ല. ആ ടെറിട്ടറികളൊക്കെ ശരിക്കും നേതാക്കന്മാരില്ലാതെ വലഞ്ഞു. അവർക്ക് നേതാവില്ലാതെ ഒരു യുദ്ധം പോലും നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ മായപ്പൻ കുറേ കൂടി സ്റ്റേബിളായിട്ടുള്ള ഒരു പട്ടണമായി മാറി. തൊട്ടടുത്തൊക്കെ ശത്രുക്കളുണ്ട്. പക്ഷേ ആ ശത്രുക്കളുടെ നേതാക്കന്മാർ, രാജാക്കന്മാരൊക്കെ ഏതാണ്ട് തടവ് പുള്ളികളെ പോലെ തങ്ങളുടെ മതിലിൻ്റെ ഉള്ളിലാണ് കാലം കഴിച്ചു പോകുന്നത്. പക്ഷേ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷം ആ കാലഘട്ടത്തിലെ മായപ്പൻ രാജാവിനെതിരെ ഉണ്ടായി. അതിൻ്റെ കാരണം മായപ്പൻ രാജാവിൻ്റെ ആർത്തിയാണ്. അയാൾക്ക് കൂടുതൽ പണം ഉണ്ടാക്കണം. കൂടുതൽ പണം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി മായപ്പനിൽ തന്നെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബലപ്രയോഗത്തിലൂടെ അടിമകളാക്കി മറ്റ് പല രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള മറ്റ് ഗോത്ര വിഭാഗങ്ങളിലേക്ക് അടിമകളായിട്ട് വിറ്റു. ഇത് വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷമാണ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ച് സുഖകരമായിട്ട് ആഘോഷപൂർവ്വമായിട്ട് ജീവിക്കാൻ കോക്കോം കുടുംബത്തിന് സാധിച്ചു. ആ കാലഘട്ടത്തിൽ മായപ്പൻ ഭരിക്കുന്നത് കോക്കോം കുടുംബമാണ്. കോക്കോം കുടുംബത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവർ ഒരു വലിയ സേനയായിട്ട് തന്നെ മാറി. ആ സൈന്യം മായപ്പൻ സംസ്കാരത്തിന് അല്ലെങ്കിൽ അവിടുത്തെ പട്ടണത്തിന് തീയിട്ടു. ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കോക്കോം കുടുംബത്തിന് സാധിച്ചില്ല. അവർക്ക് ഒരുപാട് സൈനികരുണ്ടായിരുന്നു. അവർ ബോധപൂർവം തന്നെ അവരുടെ മായപ്പൻ പട്ടണത്തിലുള്ള ആളുകളെ അല്ല സൈനികരായിട്ട് നിർത്തിയത്. കാരണം മായപ്പനിലെ ജനങ്ങളെ അവർ ഭയപ്പെട്ടിരുന്നു. കാരണം ജനങ്ങളെ ചൂഷണം ചെയ്താണല്ലോ ജീവിക്കുന്നത്. അവരെ തന്നെ അവരുടെ ഗാർഡുകളായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി. അതിനെ തുടർന്ന് അങ്ങ് അകലെയുള്ള പല ട്രൈബുകളിൽ നിന്നും പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടാണ് ഗാർഡുകളായിട്ട് നിർത്തിയത്. പക്ഷേ ആ ഗാർഡുകൾക്കും കോക്കോം കുടുംബത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല. ആ അഗ്നിയിൽ കോക്കോം കുടുംബം പൂർണ്ണമായിട്ടും തകർന്ന് ഇല്ലാതെയായി. മായപ്പൻ കത്തി നശിച്ചിട്ടും മായൻ സംസ്കാരം പിന്നെയും തുടർന്നു. പക്ഷേ അവർ തീർത്തും ദുർബലരായിട്ട് മാറി. അവർക്കിപ്പോൾ നല്ലൊരു നേതാവില്ല. ഇങ്ങനെ ദുർബലരായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് സ്പെയിൻ്റെ കടന്നുവരവ്. മായൻ സംസ്കാരത്തിലെ ആളുകൾ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടാക്കി കടലിൽ മീൻ പിടിക്കാൻ പോകും. അങ്ങനെ ഒരിക്കൽ ഒരു കൂട്ടം ആളുകൾ മീൻ പിടിക്കാൻ പോയപ്പോൾ കടലിലൂടെ ഒഴുകി വരുന്ന ഒരു വലിയ മല അവർ കണ്ടു. അത്തരത്തിലുള്ളൊരു കാഴ്ച അവർ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. യഥാർത്ഥത്തിൽ അതൊരു മലയായിരുന്നില്ല. അത് സാക്ഷാൽ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ കപ്പലായിരുന്നു. വർഷം 1502. പിന്നീടുള്ള വർഷങ്ങൾ ഒരുപാട് സ്പാനിഷ് കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. 1511 ഒരു സ്പാനിഷ് കപ്പൽ ഒരു അപകടത്തിന് ഇരയായി. ആ അപകടത്തിലൂടെ കപ്പൽ പൂർണ്ണമായിട്ട് നശിച്ചുപോയി. കുറേയധികം ആളുകൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. എന്നാൽ കുറച്ചു പേർക്കൊക്കെ ബീച്ചിലെത്തി രക്ഷപ്പെടാൻ സാധിച്ചു. അവർ പിന്നീട് കുറച്ചു കാലം മായൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന ഒരു സ്പാനിഷ് കപ്പലിലാണ് അവർ രക്ഷപ്പെട്ട് സ്പെയിനിലേക്ക് മടങ്ങിപ്പോകുന്നത്. 1524 പെഡ്രോ ആലെ ആൽവറാഡോ ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരു കപ്പൽ യാത്ര നടത്തി. മുൻപ് വന്നിട്ടുണ്ടായിരുന്ന കപ്പൽ ക്യാപ്റ്റന്മാരെക്കാൾ തീർത്തും വ്യത്യസ്തമായിരുന്നു പെഡ്രോ. അദ്ദേഹം ഒരു ക്രൂരനായിരുന്നു. അദ്ദേഹത്തിന് ആ പ്രദേശം മുഴുവനും വെട്ടിപ്പിടിക്കണം. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ക്രൂരമായിട്ടാണ് അദ്ദേഹം കൊല്ലുന്നത്. മായൻ സംസ്കാരത്തിലെ രാജാവായിരുന്ന കിച്ചേ മായറിനെ അദ്ദേഹം ജീവനോടെ ചുട്ടുകൊന്നു. സ്പെയിൻ്റെ മുൻപിൽ അങ്ങ് കീഴടങ്ങി കൊടുക്കാൻ മായൻസ് ഒരിക്കലും തയ്യാറായില്ല. അവർ നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു.
സ്പെയിൻകാർ ഉപയോഗിക്കുന്നത് പോലുള്ള ആധുനികമായിട്ടുള്ള ആയുധങ്ങളൊന്നും മായൻകാരുടെ കയ്യിലില്ല. പക്ഷേ മായൻസിന് കാടറിയാം. അവരുടെ പ്രദേശമാണല്ലോ, എവിടെയാണ് ചതിക്കുഴി ഉള്ളതെന്നും എവിടെയാണ് ജലമുള്ളതെന്നും ഒക്കെ ഇവർക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെയിനിന് പെട്ടെന്ന് ഈ പ്രദേശം പിടിച്ചടക്കാൻ സാധിച്ചില്ല. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിലാണ് മായൻ സംസ്കാരത്തെ ഇവർ പിടിച്ചെടുക്കുന്നത്. അപ്പോഴും പൂർണ്ണമായിട്ടും മായൻസ് കീഴടക്കിയില്ല. പിടികൊടുക്കാതെ ഒരു ചെറിയ പട്ടണം നിലനിന്നു. അതൊരു ദ്വീപാണ്, ഒരു തടാകത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. നോച്ച്പേറ്റൻ എന്നാണ് ആ ദ്വീപിൻ്റെ പേര്. ആ ദ്വീപ് ഒരു ദ്വീപായതുകൊണ്ട് തന്നെ സ്പെയിൻകാർക്ക് പെട്ടെന്ന് കീഴടക്കാൻ സാധിച്ചില്ല. എന്നാലും നിരന്തരമായി അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 150 വർഷങ്ങൾ വേണ്ടി വന്നു ആ ദ്വീപ് പിടിച്ചടക്കാൻ. 1697 മാർച്ച് മാസം 13-ാം തീയതി നോച്ച്പെറ്റനിലെ രാജാവ് സ്പെയിനിന് മുമ്പിൽ ഔദ്യോഗികമായി കീഴടങ്ങി. മായൻ സംസ്കാരം പൂർണ്ണമായിട്ടും ഇല്ലാതെയായോ? മായൻസ് ഇപ്പോഴും ഈ ഭൂമിയിലുണ്ടോ? അതറിയണമെങ്കിൽ നിങ്ങൾ നേരെ ഗോട്ടിമാലയിലേക്ക് പോവുക. അവിടുത്തെ തെരുവിലേക്ക് പോവുക, അവിടുത്തെ ചന്തയിലേക്ക് പോവുക. അവിടെ വിലപേശുന്ന ആളുകളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. അവരുടെ മുഖത്തിന് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? അവരാണ് മായൻസ്. അവർ സംസാരിക്കുന്ന ഭാഷ നിങ്ങളൊന്ന് കേൾക്കുക. അതാണ് മായൻ ഭാഷയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള ആവിഷ്കാരം. ധീരന്മാരായിട്ടുള്ള പടയാളികളായിട്ടുള്ള പോരാളികളായിട്ടുള്ള മായന്മാരുടെ DNA-യുമായി ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 60 ലക്ഷത്തോളം പിൻഗാമികളുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ഈ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ അവൈലബിൾ ആണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ മെയിലിലൂടെയോ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവയുടെ എല്ലാ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്.